അങ്ങനെ ഫൈനലി ദുബായിൽ വന്നിട്ട് ദുബായ് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടി ഗൈസ്. സോ കുറച്ചധികം നമ്മളതിൻ്റെ പിന്നാലെ നടന്നിട്ടുണ്ട്. 6 മാസത്തോളം ഞാൻ അതിൻ്റെ മേലെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ഇതെല്ലാവരും ഇവിടെ വന്നിട്ട് എടുക്കണം എന്ന് പറയണത്? ഈ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഒരുപാട് പുതിയ ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. ഹലോ ഗൈസ്, സോ ഫൈനലി നമുക്ക് ദുബായിൽ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയിരിക്കുകയാണ്. കുറച്ചധികം ഇതിൻ്റെ മേലെ കഷ്ടപ്പെട്ടു, എന്നാലും സംഭവം നമുക്ക് കിട്ടി. സോ വളരെ ഹാപ്പിയാണ്. കുറേ ആയി ഈ ചാനലിൽ ഞാൻ വീഡിയോസ് പോസ്റ്റ് ചെയ്തിട്ട്, കാരണം നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് ഇവിടേക്ക് ഷിഫ്റ്റായി. പിന്നെ അതിൻ്റെ മേലെ കൺസിസ്റ്റൻ്റായിട്ട് എനിക്കിരിക്കാൻ തീരെ സമയം കിട്ടിയിട്ടില്ല. അപ്പോഴാണ് ഫൈനലി ഒരു സമയം ഒത്തു വന്നത്. ഇനി ഇങ്ങനെ കൺസിസ്റ്റൻ്റായിട്ട് ഇടുമെന്ന് വിചാരിക്കുന്നു. ലെറ്റ്സ് സീ. എന്തുകൊണ്ടാണ് ഇതെല്ലാവരും ഇവിടെ വന്നിട്ട് എടുക്കണം എന്ന് പറയണത്? ദുബായിൽ നിങ്ങൾക്ക് മെട്രോയിലും ബസ്സിലൊന്നും എത്തിപ്പെടാൻ പറ്റാത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട്. നമുക്കെപ്പോഴും ക്യാബ് വിളിക്കാനൊന്നും പറ്റിയെന്ന് വരില്ല. അപ്പം അങ്ങനെയുള്ളൊരു സന്ദർഭത്തിൽ നമുക്ക് ഈ ദുബായ് ഡ്രൈവിംഗ് ലൈസൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ നമുക്കൊന്നുകൂടി ഫ്രീഡം കിട്ടും, പിന്നെ ഓപ്പർച്യൂണിറ്റീസും ഒന്നുകൂടി കൂടുതലാണ്. ഞാൻ അവിടെ ദുബായിൽ വന്നിട്ട് ജോബിന് അപ്ലൈ ചെയ്യുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് ലൈസൻസ് മാൻഡറ്ററി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെ തന്നെയാണ് ഒരു മെയിൻ കാരണം. പിന്നെ എൻ്റെ ഒരു ഫീൽഡും മീഡിയ ആയതുകൊണ്ട് നമുക്കുള്ള ഫ്രീലാൻസ് ഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. നമുക്ക് എവിടെയെങ്കിലും വണ്ടി എടുത്തിട്ട് പോകണമെങ്കിലും ഇനി ഫ്യൂച്ചറിലൊക്കെ വണ്ടി എടുക്കും. പിന്നെ ഞാനൊരു വണ്ടിപ്പിനാന്തരം കൂടിയാണ്, അപ്പോൾ അതുകൊണ്ട് നമുക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. ഇതിൻ്റെ ഒരു പ്രോസസ്സാണ് മിക്ക ആൾക്കാർക്കും ഒരു ഡൗട്ട് ഉണ്ടായിരിക്കുക. അപ്പോൾ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറഞ്ഞു തരാം. ഫസ്റ്റ് നമ്മൾ ഡ്രൈവിംഗ് സ്കൂളാണ്. ഇവിടെ ഒരുപാട് ഡ്രൈവിംഗ് സ്കൂളുണ്ട്. ഞാൻ ചെയ്തത് എക്സലൻസിലായിരുന്നു. എക്സലൻസ് ഞാൻ മെയിനായിട്ട് സെലക്ട് ചെയ്യാൻ കാരണം ഇത് ഞാൻ സ്റ്റേ ചെയ്യുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഇതിൻ്റെ ഡ്രൈവിംഗ് സ്കൂളും കാര്യങ്ങളും ഉള്ളത്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ അവിടെ തന്നെ ജോയിൻ ചെയ്യാം, കാരണം നമുക്ക് ട്രാവലിംഗ് അത്രയും ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഞാൻ പിന്നെ അങ്ങനെ എക്സലൻസിലാണ് നമ്മൾ ജോയിൻ ചെയ്തത്. ഇതിൻ്റെ കോഴ്സ് പല ഓപ്ഷൻ ഉണ്ട്. ലംസമായിട്ട് നിങ്ങൾ കൊടുത്തിട്ട് ചെയ്യുന്നതുണ്ട്, അല്ലാണ്ട് തന്നെ റെഗുലർ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഓരോ സ്റ്റേജിനനുസരിച്ചിട്ട് പേയ്മെൻറ്റ് ചെയ്ത് പോയാൽ മതി. സോ ലംസമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഒറ്റയടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിൽ എക്സ്ട്രാ ഇവർ ചാർജ് ചെയ്യില്ല. ഫെയിലായാൽ എക്സ്ട്രാ ക്ലാസ്സിന് ചാർജ് അതൊന്നും ഉണ്ടാവില്ല. പക്ഷേ കുറച്ചും കൂടി കോൺഫിഡൻറ്റ് ഉണ്ട്, നിങ്ങൾക്കിത് പെട്ടെന്ന് പാസ്സാകാൻ പറ്റുമെന്ന് കോൺഫിഡൻറ്റ് ഉണ്ടെങ്കിൽ ഞാൻ റെഗുലറാണ് സജസ്റ്റ് ചെയ്യുക. ഞാൻ എടുത്തത് റെഗുലറാണ്. ഞാൻ നാട്ടിൽ അത്യാവശ്യം വണ്ടി ഓടിക്കണതുകൊണ്ട് ഞാൻ പിന്നെ റെഗുലർ തന്നെയാണ് എടുത്തത്. പിന്നെ സ്കൂളിലെ പുള്ളിക്കാരന് വേണ്ടി എടുത്ത് പറഞ്ഞ് റെഗുലർ എടുത്താൽ മതി എന്നുള്ളതിൽ സംസാരിച്ചു. അപ്പോൾ പിന്നെ ഞാൻ റെഗുലറാണ് എടുത്തത്. സോ നമ്മൾ കോഴ്സ് ഏത് വേണമെങ്കിലും എടുക്കാം. നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ലെവൽ അനുസരിച്ചിട്ട് വേണമെങ്കിൽ ലംസമായിട്ട് എടുക്കാം. പിന്നെ ഫിനാൻഷ്യലിയും എങ്ങനെയാണെന്നുള്ളത് നോക്കിയിട്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. സോ അത് കഴിഞ്ഞു നമ്മൾ കോഴ്സിന് ചേർന്ന് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഐ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യും. ഫയൽ ഓപ്പണിങ്, ഐ ടെസ്റ്റ് കാര്യങ്ങളെല്ലാം നടന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇവരുടെ ഒരു മൊബൈൽ ആപ്പ് തരും. മൊബൈൽ ആപ്പ് അല്ലെങ്കിൽ അവരുടെ ഒരു വെബ് പോർട്ടൽ അവർ തരും. എന്നിട്ട് അതിൽ നമുക്ക് തിയറി ക്ലാസ് പഠിക്കാനായിട്ടുണ്ടാവും. അപ്പോൾ തിയറി റെക്കോർഡഡ് ക്ലാസ്സസ് ആയിരിക്കും. അപ്പോൾ ഈ റെക്കോർഡഡ് ക്ലാസ്സസ് നിങ്ങൾ പഠിക്കുക. 8 മണിക്കൂറോളം ക്ലാസ് ഉണ്ട് അത്. അപ്പോൾ അത് നിങ്ങൾ ഇരുന്ന് നല്ല ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. എന്നിട്ട് അതിന് ശേഷം ഈ ആപ്പിൽ തന്നെ നമുക്ക് മോക്ക് ടെസ്റ്റ് ഉണ്ടായിരിക്കും. ഈ മോക്ക് ടെസ്റ്റ് പാസ്സായി കഴിഞ്ഞാൽ അതിൽ നമുക്ക് അവരുടെ സെൻറ്ററിൽ പോയിട്ട് ഒരു മോക്ക് ടെസ്റ്റും കൂടി ഉണ്ട്. ആ മോക്ക് ടെസ്റ്റ് നമ്മൾ പാസ്സാവുകയാണെങ്കിൽ നമുക്ക് RTA ടെസ്റ്റ് അപ്പം തന്നെ അവർ ചെയ്യണതാണ്. അപ്പോൾ ആ RTA ടെസ്റ്റ് സംഭവം അത്യാവശ്യം കുഴപ്പമില്ല, പക്ഷെ എന്നാലും ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യാൻ നോക്കുക. ചില ക്വസ്റ്റ്യൻസ് ഇത്തിരി കൺഫ്യൂസിങ് ആയിരിക്കും. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് വായിച്ച് നോക്കിയിട്ട് ചെയ്യുക. അതാണ് മെയിനായിട്ടൊരു കോമൺ ലോജിക്കുള്ള ക്വസ്റ്റ്യൻസാണ്. അത് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. ഓക്കെ, അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് പാസ്സാവും, വലിയ പ്രശ്നമില്ല. തിയറി ടെസ്റ്റ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ക്ലാസ്സസ് സ്റ്റാർട്ടാവുക. പ്രാക്ടിക്കൽ ക്ലാസ് നിങ്ങൾ സ്ലോട്ട് ബുക്ക് ചെയ്യണം. സ്ലോട്ട് ബുക്ക് ചെയ്തിട്ട് സ്ലോട്ടിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ളത് അവർ പറയും. അല്ലെങ്കിൽ മൊബൈൽ ആപ്പ് വഴി നിങ്ങൾക്കത് ചെക്ക് ചെയ്യാനും ബുക്ക് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ക്ലാസ്സിന് പോവുക. 4 മണി എത്ര മണിക്കൂറാണെന്നുള്ള, എനിക്ക് 10 ഹവർ ടോട്ടൽ ക്ലാസ്സസ് ആയിരുന്നു. എനിക്ക് ലൈസൻസ് 5 വർഷത്തിന് മേലെ ഉണ്ട് എനിക്ക് ലൈസൻസ് അപ്പോൾ നാട്ടിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 20 മണിക്കൂർ എനിക്ക് വേണ്ട, 20-20 ഹവേഴ്സിൻ്റെ ക്ലാസ് വേണ്ട, 10 ഹവേഴ്സ് മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ്. അപ്പോൾ ക്ലാസ്സസ് നമുക്ക് കുറയും. ഇപ്പോൾ നമുക്ക് പ്രാക്ടിക്കൽ ക്ലാസ് കഴിഞ്ഞാൽ പിന്നെയാണ് നമുക്ക് അതിൻ്റെ ഒരു അസസ്മെൻറ്റ്, ഇൻറ്റേർണൽ അസസ്മെൻറ്റ്, ഇവരുടെ തന്നെ ഡ്രൈവിംഗ് സ്കൂളുകാരുടെ ഒരു അസസ്മെൻറ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ അസസ്മെൻറ്റിൽ നമ്മൾ പാസ്സാവണം. ഞാൻ നല്ല വൃത്തിക്ക് പൊട്ടി. അപ്പോൾ നമ്മൾ വീണ്ടും ഒരു ക്ലാസ്സും കൂടി എടുക്കുക. അപ്പോൾ അത് നമ്മൾ ഫെയിലാവണതിൽ നോക്കിയിട്ട് കാര്യമില്ല. നമുക്ക് ആദ്യം ഞാനും വിചാരിച്ചത് എന്താണെന്ന് വെച്ചാൽ നാട്ടിൽ ഓടിക്കണതല്ലേ എളുപ്പമായിരിക്കും എന്ന് വിചാരിച്ചത്. പക്ഷേ എനിക്കിവിടെ വന്നപ്പോൾ മനസ്സിലായെന്ന് വെച്ചാൽ നമുക്ക് കുറച്ചും കൂടി കൺഫ്യൂസിങ് ആയിരുന്നു. നാട്ടിൽ നമ്മൾ ഓടിക്കണ പോലെയല്ല, ഇവിടത്തിന് കൂടി റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളെല്ലാം നോക്കിയിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ അവർ അത്യാവശ്യം നല്ല സ്ട്രിക്റ്റായിട്ട് തന്നെയാണ് അസസ് ചെയ്യുന്നത്. അസസ് ചെയ്ത് കഴിഞ്ഞ് അതിൽ പാസ്സാവണം. അപ്പോൾ ഞാൻ പിന്നെ രണ്ടാമത്തെ അറ്റംപ്റ്റിൽ ഞാൻ ക്ലാസ് വീണ്ടും ബുക്ക് ചെയ്തു. അങ്ങനെ വീണ്ടും ഒരു ക്ലാസ് എടുത്തു. എക്സ്ട്രാ ക്ലാസ് എടുത്തതിന് ശേഷം ഞാൻ വീണ്ടും പോയി ടെസ്റ്റ് ചെയ്തപ്പോൾ പാസ്സായി.
ഇൻറ്റേർണൽ അസസ്മെൻറ്റ് പാസ്സായി കഴിഞ്ഞാൽ പിന്നെ അടുത്ത വരുന്ന ഒരു കടമ്പയാണ് പാർക്കിംഗ്. അപ്പോൾ പാർക്കിങ്ങിൻ്റെ ക്ലാസ്സസ് ഉണ്ടായിരിക്കും. അതൊരു 2 മണിക്കൂർ ആണ് ഉണ്ടാവുക. അപ്പോൾ അത് നമ്മൾ മെയിനായിട്ട് അതിൽ സ്ലോപ്പ്, എമർജൻസി ബ്രേക്കിംഗ്, പിന്നെ പാരലൽ പാർക്കിംഗ്, ഗാരേജ് പാർക്കിംഗ്, ആംഗിൾ പാർക്കിംഗ്, ഇത്രയൊക്കെ തന്നെയാണ് അതിലുള്ളത്. പാർക്കിങ്ങിൻ്റെ ക്ലാസ്സസ് നമ്മൾ പാസ്സായി കഴിഞ്ഞാൽ പിന്നെ അടുത്തത് നമുക്കൊരു ഇൻറ്റേർണൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും. ഡ്രൈവിംഗ് സ്കൂളിൻ്റെ തന്നെ ഇൻറ്റേർണൽ ടെസ്റ്റ്. അത് RTA ടെസ്റ്റ് എങ്ങനെയാണോ അതുപോലെ തന്നെ ആയിരിക്കും. അവർ ഫുൾ എന്താ പറയുക, ക്യാമറാസ് ആയിരിക്കും കാറിൽ. അസസ്മെൻറ്റ് ടെസ്റ്റിന് നമ്മുടെ ഒപ്പം ഇൻസ്ട്രക്ടർ ഉണ്ടാവും. പക്ഷേ RTA അങ്ങനെയല്ല. RTAയുടെ പാർക്കിങ്ങിൻ്റെ ടെസ്റ്റ് പാസ്സായി കഴിഞ്ഞാൽ പിന്നെ അടുത്തതാണ് ഹൈവേ ക്ലാസ്, ഹൈവേ ആൻഡ് ഇൻഡിപെൻഡൻറ്റ് ട്രെയിനിങ്. അപ്പോൾ അതിൽ ഒന്നുമില്ല, നമ്മൾ ജസ്റ്റ് റോട്ടിൽ നമ്മൾ തന്നെ കൊണ്ടുപോകും. ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നമ്മളോട് അധികം അവർ പറയില്ല എവിടെയാണ് പോകേണ്ടതെന്ന് പറയും. ബട്ട് ലൈക്ക് നമുക്കൊരു റിവിഷൻ പോലെ ചെയ്തു തരും. പിന്നെ ഹൈവേയിൽ സ്പീഡിൽ ഓടിക്കാനായിട്ട് പറ്റും. ഹൈവേയിൽ ഒരു 120 കിലോമീറ്റർ സ്പീഡിൽ നമ്മളെ കൊണ്ട് ഓടിപ്പിക്കും. അപ്പോൾ അതും നമുക്കൊന്നൊരു കോൺഫിഡൻസ് തരും. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് RTAയുടെ റോഡ് ടെസ്റ്റ്. RTAയുടെ റോഡ് ടെസ്റ്റിൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ല, കോൺഫിഡൻ്റ് ആയിട്ട് ഓടിക്കുക, അത്ര തന്നെ. പിന്നെ നമുക്ക് ഇൻറ്റേർണൽ അസസ്മെൻറ്റിനെക്കാട്ടും മേ ബി ഒന്നും കൂടി സിമ്പിളായിരിക്കും RTAയുടെ റോഡ് ടെസ്റ്റ് വരുന്നത്. അപ്പോൾ RTAയുടെ റോഡ് ടെസ്റ്റിൽ പ്രത്യേകിച്ച് നമ്മൾ കോൺഫിഡൻ്റ് ആയി ഓടിക്കുക, പിന്നെ അധികം തപ്പിക്കളിക്കാണ്ടിരിക്കുക. പിന്നെ ആ ഒരു സ്റ്റേജ് എത്തുമ്പോഴത്തേനും നിങ്ങൾ അത്യാവശ്യം പഠിച്ചിട്ടുണ്ടായിരിക്കും ഓടിക്കാനും കാര്യങ്ങളൊക്കെ, കാരണം ഇൻറ്റേർണൽ അസസ്മെൻറ്റ് എല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേനും. പിന്നെ അങ്ങനെ RTAയുടെ ടെസ്റ്റ് അന്ന് പാസ്സായി കഴിഞ്ഞാൽ ലൈസൻസ് ഇഷ്യൂവൻസ് ആണ്. അപ്പോൾ അതിനൊരു പേയ്മെൻറ്റ് ഉണ്ട്. ആ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അന്ന് തന്നെ ലൈസൻസ് പ്രിൻറ്റ് ചെയ്ത് കൈ കിട്ടും. ഞാൻ അന്ന് ഫസ്റ്റ് അറ്റംപ്റ്റിൽ പാസ്സായി RTAയുടെ ടെസ്റ്റ്. അപ്പോൾ ഞാൻ അന്ന് അവിടെ തന്നെ ഇരുന്ന്, എനിക്ക് 6 മണിക്കായിരുന്നു ടെസ്റ്റ് തന്നത്. അപ്പോൾ 6 മണിക്ക് ടെസ്റ്റ് കഴിഞ്ഞു. പിന്നെ 9 മണിക്കാണ് അവർ ലൈസൻസ് ഇഷ്യൂവൻസിൻ്റെ ഓഫീസ് സ്റ്റാഫ് വരിക. അപ്പോൾ അതുവരെ ഞാൻ അവിടെ ഇരുന്ന് അത് കിട്ടിയിട്ടേ പോകുള്ളൂ എന്ന് പറഞ്ഞിരുന്ന്, അങ്ങനെ ഞാൻ അവിടെ ഇരുന്നിട്ട് ലൈസൻസൊക്കെ ആയിട്ട് ഇറങ്ങി. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ അതും ആ ക്ലാസ്സിന് പോകണതൊക്കെ ഇപ്പോൾ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങളെന്തായാലും ഇവിടെ വന്നിട്ട് ദുബായ് ഡ്രൈവിംഗ് ലൈസൻസ് എന്തായാലും അപ്ലൈ ചെയ്യണം. വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. സോ എനിക്ക് ഇതിനായിട്ടുള്ള ടോട്ടൽ കോസ്റ്റ് വന്നത് 5,000 dirhams ആണ്. ടോട്ടൽ ഫെയിലായിട്ടുള്ള എക്സ്ട്രാ ക്ലാസ്സസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് 5,000 ആണ് ടോട്ടലായിട്ട് വന്നിട്ടുള്ളത്. സോ ഇതാണ് എൻ്റെ ഒരു ദുബായ് ഡ്രൈവിംഗ് ലൈസൻസ് എക്സ്പീരിയൻസ്. നിങ്ങളിപ്പോൾ ഇവിടെ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ വേണ്ടി അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതോ ടെസ്റ്റ് നാളെ നിങ്ങൾക്ക് ടെസ്റ്റ് ഉണ്ട്, ഈ വീക്ക് ടെസ്റ്റ് ഉള്ളവർക്ക് ഓൾ ദി ബെസ്റ്റ്. എന്തായാലും കിട്ടട്ടെ. കോൺഫിഡൻ്റ് ആയിട്ട് ഓടിക്കാൻ നോക്കുക. ഓൾറെഡി നിങ്ങൾക്ക് എല്ലാം അറിയണം തന്നെയായിരിക്കും, എല്ലാ റൂൾസും കാര്യങ്ങളും. മെയിനായിട്ട് എല്ലാം ശ്രദ്ധിക്കുക. പിന്നെ മിക്കവരും മിസ് ചെയ്യുന്ന ഒരു സംഭവമാണ്, നമ്മൾ ഫസ്റ്റ് വണ്ടിയിൽ കയറി കഴിഞ്ഞിട്ട് നമ്മൾ സീറ്റ് ബെൽറ്റ് എല്ലാവരും ഇട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അത് ചിലവർ ചെക്ക് ചെയ്യാൻ മറന്നുപോയി അങ്ങനെ ഫെയിൽ ആവുന്നവരുണ്ട്. അപ്പോൾ അങ്ങനത്തെ ചെറിയ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ ലൈൻ ചേഞ്ച്, ലൈൻ ഡിസിപ്ലിൻ കാര്യങ്ങൾ എന്തായാലും ശ്രദ്ധിക്കുക. പിന്നെ ഷോൾഡർ ചെക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നിങ്ങൾ ക്ലാസ്സിന് പോകുന്നവർക്കറിയാം. നിങ്ങൾ എന്തായാലും ചേരാനായിട്ടിരിക്കുന്നവരാണെങ്കിൽ എന്തായാലും ചേരുക, പെട്ടെന്ന് തന്നെ ചേരുക. ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾ എത്ര ടൈം അതിന് പോകുന്നുള്ളത് നോക്കണ്ട, സ്റ്റാർട്ട് ചെയ്ത് വെക്കുക. പിന്നെ അത് ഒരു സൈഡിൽ കൂടെ അങ്ങനെ പൊക്കോളും. യെസ്, അപ്പോൾ ഇത്രയാണ് എൻ്റെ ഒരു ചെറിയ വീഡിയോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും എന്തെങ്കിലും ഹെൽപ്പ് വേണം എന്നുള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ഇൻസ്റ്റാഗ്രാമൊക്കെ ഞാൻ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ മെസ്സേജ് അയക്കാം. ഓക്കെ, ബൈ.